ലൈവിലിപ്പം പെങ്ങളുകുട്ടിയും ആങ്ങളയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബറിനെ കുറിച്ചാണ്. ഇനിയിപ്പോൾ ദിവസങ്ങളധികം ഇല്ലാത്തതുകൊണ്ട് അക്ബർ ഇപ്പോൾ ലോണ് എടുത്ത കാര്യങ്ങളും കടത്തിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നതെന്ന് നൂറ ഷാനവാസിനോട് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത് ഭയങ്കര ഉഡായിപ്പാണ്, പഠിച്ച കള്ളനാണെന്ന് പറയുന്നത്. അപ്പം നൂറ പറയണ ഇപ്പം ഗാർഡൻ ഏരിയയിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ക്യാമറ നോക്കി ഇങ്ങനെ സംസാരമാണ്. അപ്പം ഷാനവാസ് സാർ അത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ്. പണ്ട് അനീഷൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അനീഷിനെയൊക്കെ കുറ്റം പറഞ്ഞ ആളല്ലേ ഇത്. അപ്പം നൂറ പറയുന്ന അതുപോലെ പിന്നെ രേണു ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ രേണു ചേച്ചിയും കുറ്റം പറയുമായിരുന്നു. ആ ആൾ ഇപ്പോൾ സമയമായപ്പോഴത്തേക്കും തന്നെ ഇരുന്ന് സംസാരിക്കുന്ന. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ്, ഞാൻ എൻ്റെ കുടുംബക്കാരോട് സംസാരിക്കുകയാണ് ക്യാമറയിൽ നോക്കിയെന്ന്. അപ്പം ഷാനവാസ് പറയണേ ഭയങ്കര ലോക കള്ളനാ, പഠിച്ച കള്ളനാന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നെവിൻ്റെ കാര്യമാണ് പറയുന്നത്. നെവിനോട് നൂറ ചോദിച്ച്, ആരായിരിക്കും ഈ പ്രാവശ്യം ഔട്ടാവുന്നതെന്ന് ചോദിച്ചപ്പം ഞാനായിരിക്കുമെന്ന് നെവിൻ നൂറയോട് പറഞ്ഞു. എന്നിട്ട് ആദിലയോട് എന്നിട്ട് പറഞ്ഞെന്ന്, എടീ അടുത്ത ആഴ്ച ഞാനും നീയും കൂടെ പോകുന്നതെന്ന്. അപ്പം ഷാനവാസ് അവൻ കള്ളനാ, ഇപ്പം ഈ പൈസയുടെ ഇതിലൊക്കെ കരയുന്നതൊക്കെ നൂറ പറയുക അതെല്ലാം കള്ളത്തരമായിരിക്കും. അപ്പോൾ ഷാനവാസ് ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. എന്നെ തള്ളിയിട്ട് അതിന് 1000 രൂപ പോലും അവന് എടുക്കാൻ പറ്റിയില്ലല്ലോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ഓപ്പൺ നോമിനേഷൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞ് ഞാൻ നോമിനേറ്റ് ചെയ്യാനിരിക്കുമായിരുന്നു. അങ്ങനെ അക്ബറിൻ്റെയും നെവിൻ്റെയും പെങ്ങളുകുട്ടിയും ആങ്ങളെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.